ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സ്റ്റാൻഡേർഡ് 9-ലെ ലായനി എന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് പാർട്ട് കാണാത്തവര് ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം വേണം ഈ ഒരു ക്ലാസ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ തുടങ്ങുന്നത് യഥാർത്ഥ ലായനി എന്താണ്, സസ്പെൻഷൻ എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ രണ്ട് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് ബീക്കറിൽ വെള്ളവും പഞ്ചസാരയും തമ്മിൽ കലർത്തിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് പഞ്ചസാര അതിൽ യോജിപ്പിച്ചിരിക്കുകയാണ്. ഒരു ഹോമോജീനിയസ് മിക്സർ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി ബീക്കർ നമ്പർ 2-ല് ഒരു ചോക്ക് കഷ്ണം പൊടിച്ച് വെള്ളത്തിൽ ചേർത്തിരിക്കുകയാണേ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തു. അങ്ങനെ രണ്ട് ബീക്കറിലെയും സൊല്യൂഷൻസ് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചേക്കാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നിരീക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കുട്ടികൾ ആ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുകയാണ്. അതിനുശേഷം അവന്റെ റിസൾട്ട് ആണ് പറയുന്നത്. നോക്കിയേ, ഒന്നാമത്തെ ബീക്കറിലെ പഞ്ചസാര ലായനി അതിലേക്ക് ഒരു ടോർച്ച് അടിച്ച് നോക്കുകയാണ്. അപ്പൊ എന്താ കാണുന്നത് നോക്കാം പിക്ചറിൽ. രണ്ടാമത് വെള്ളവും ചോക്കുപൊടിയും കലർന്ന മിശ്രിതമാണ്. അതിലേക്ക് ടോർച്ച് അടിച്ച് നോക്കുകയാണ്. അപ്പോഴോ ആ ഒരു പ്രകാശപാത കറക്റ്റ് ആയിട്ട് ആ ഒരു മിശ്രിതത്തിനുള്ളിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെ. ഇനി ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് വരിക. ഇവിടെ നോക്കിയേ, ഇതാ ഇവിടെ മൂന്ന് പ്രവർത്തനങ്ങളാണ് തന്നിരിക്കുന്നത്. ആ രണ്ട് ബീക്കറും നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, അനക്കാതെ വെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ ആദ്യം നമ്മൾ വെച്ചിരിക്കുന്നത് അനക്കാതെയാണ് അല്ലെ, അനക്കാതെ വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇതാ ഇവിടെ നോക്കൂ, അനക്കാതെ വെച്ചിരിക്കുമ്പോൾ യഥാർത്ഥ ലായനിയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യില്ല, അവിടെ ഡെപ്പോസിഷൻ ഒന്നും ഉണ്ടാവില്ല. നോ ഡെപ്പോസിഷൻ എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് സസ്പെൻഷന്റെ കേസ് ആണെങ്കിൽ, ഇപ്പൊ നമ്മൾ ചോക്കും വെള്ളവും തമ്മിൽ കലർത്തിയ ആ ഒരു മിശ്രിതം നമ്മൾ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അവിടെ എന്താണ്, അവിടെ ഡെപ്പോസിഷൻ സംഭവിക്കുന്നുണ്ട് അല്ലെ, ഡെപ്പോസിഷൻ സംഭവിക്കും. ഇനി ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് അരിക്കുകയാണ്. ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് അരിക്കുമ്പോൾ പഞ്ചസാര ലായനി യഥാർത്ഥ ലായനിക്ക് ഉദാഹരണമാണ്. ഈ പഞ്ചസാര ലായനി ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് അരിക്കുമ്പോൾ ഇതിലെ ഘടകങ്ങളെ അരിച്ചു വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റുമോ? പറ്റുന്നില്ല. ഇനി സസ്പെൻഷന്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ്, നമുക്ക് ഇതിലെ ഘടകങ്ങളെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് അരിക്കുമ്പോൾ നമുക്ക് ഇതിനകത്തെ ഘടകങ്ങളെ ക്യാൻ ബി സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ശക്തമായ പ്രകാശ ബീം കടത്തിവിട്ടു. നമ്മൾ അത് കണ്ടതാണ്. എന്താ, ഇവിടെ പ്രകാശത്തിന്റെ പാത, ആ ഒരു ചോക്കും വെള്ളവും കലർത്തിയ മിശ്രിതത്തിൽ പ്രകാശത്തിന്റെ പാത ദൃശ്യമാണ്. പക്ഷെ ഇവിടെയോ, ഇവിടെ പ്രകാശത്തിന്റെ ആ ഒരു ബീം കടത്തിവിടുന്നത് എന്താണ്, നോട്ട് വിസിബിൾ അല്ലെ. നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞോ? ഇല്ല, അത് ആ ഒരു സൊല്യൂഷനിലൂടെ കടന്നു പോയില്ല. അപ്പൊ നോട്ട് വിസിബിൾ എന്ന് നമുക്ക് പറയാം. കാരണം എന്താണ്, അവിടെ വിസരണം നടന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് അത് കാണാനായിട്ട് സാധിച്ചില്ല, പ്രകാശത്തിന്റെ പാത കാണാനായിട്ടും സാധിച്ചില്ല എന്നുള്ളതാണ്. ഇനി ഇവിടെ നോക്കാം, യഥാർത്ഥ ലായനിയിൽ ലീനകണങ്ങളുടെ വലിപ്പം തീരെ കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, അതിനെ നെയ്ക്കഡ് ഐസ് കൊണ്ട് കാണാനായിട്ട് പറ്റാത്തത്. പഞ്ചസാര ലായനിയില് പഞ്ചസാര ലയിച്ച് ചേർന്നിരിക്കുകയാണ് അല്ലെ, ലയിച്ചങ്ങ് ചേർന്നു. അപ്പൊ അതിലെ ലീനത്തെ പിന്നെ നമ്മൾ ആ ലയിച്ച് ചേർന്ന പഞ്ചസാരയെ പിന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുമോ? ഇല്ല. നഗ്ന നേത്രങ്ങൾ കൊണ്ടാണെങ്കിലോ അല്ലെങ്കിൽ സൂക്ഷ്മദർശിനി ഉപയോഗിച്ചിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ യഥാർത്ഥ ലായനിയിലെ ലീന കണങ്ങളെ തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. അപ്പൊ തീരെ ചെറിയ കണങ്ങളായതുകൊണ്ട് അവയ്ക്ക് പ്രകാശത്തെ വിസരിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് യഥാർത്ഥ ലായനിയിൽ നമുക്ക് പ്രകാശപാത ദൃശ്യമല്ലാത്തത്. ഇനി സസ്പെൻഷന്റെ കേസിലേക്ക് വരുമ്പോൾ, സസ്പെൻഷനും എന്താണ്, ഒരു ലായനി തന്നെയാണ്. അതില് ലീനകണങ്ങൾ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നത്ര വലിപ്പമുള്ളതാണ് അല്ലെ. ചോക്കും വെള്ളവും തമ്മിൽ കലർത്തി വെച്ചു, അതിലൂടെ ടോർച്ച് അടിച്ചു, നമുക്ക് പ്രകാശപാത കാണാനായിട്ട് സാധിക്കും. അത് പ്രകാശത്തെ വിസരിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് നമുക്ക് പ്രകാശപാത കാണാനായിട്ടും പറ്റുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? പിന്നെ വരുന്നത്, ചോക്കും വെള്ളവും തമ്മിൽ കലർത്തിയ ആ ഒരു ലായനി നമ്മൾ കുറച്ചു നേരം അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും, ചോക്ക് അതിന്റെ താഴെ പതുക്കെ അടിയും അല്ലെ. അടിയുന്നത് എന്തുകൊണ്ടാ, ഗുരുത്വാകർഷണം കാരണമാണ് കൊളോയിഡില് ഡെപ്പോസിഷൻ നടക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് അതിനെ അരിച്ചെടുക്കാനായിട്ടും സാധിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്, യഥാർത്ഥ ലായനിയും സസ്പെൻഷനും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് പഠിച്ചത്. ഇനി വിവിധ തരം ലായനികളിൽ രണ്ടെണ്ണമാണ് നമ്മൾ പറഞ്ഞത്, യഥാർത്ഥ ലായനി അല്ലെങ്കിൽ ട്രൂ സൊല്യൂഷൻ. എക്സാമ്പിൾ പഞ്ചസാര ലായനി, സസ്പെൻഷൻ ചോക്കും വെള്ളവും കലർന്ന മിശ്രിതം. ഇനി മറ്റു തരത്തിലുള്ള ലായനി കൂടെയുണ്ട്, അതിനെയാണ് കൊളോയിഡ് എന്ന് പറയുന്നത്. കൊളോയിഡ് അതായത് യഥാർത്ഥ ലായനിക്കും സസ്പെൻഷനിലും ഇടയിലുള്ള ഒരു സംഭവമാണ്. എന്തുകൊണ്ടാണ് ഈ ഇടയിൽ എന്ന് പറഞ്ഞത് എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോ കൊളോയിഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. അതിനും ഇവിടെ 2-3 ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്. നമ്മൾ അത് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് വായിക്കാം. ലായനികളെ പോലെ തന്നെ ഇവയിലെ കണങ്ങള് കൊളോയിഡിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ലായനിയും നമുക്ക് നേക്കഡ് ഐസ് കൊണ്ട് കാണാനായിട്ട് പറ്റൂല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് കൊളോയിഡിലും എന്ത് ചെയ്യാൻ പറ്റില്ല, കണങ്ങളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റൂല. സസ്പെൻഷനിലേതുപോലെ ഇത് ഡെപ്പോസിറ്റ് ചെയ്യത്തുമില്ല. ഓക്കെ, ഡെപ്പോസിഷൻ ഇല്ല. പ്രകാശ ബീം കടത്തിവിട്ടാൽ പ്രകാശപാത ദൃശ്യമാവുകയും ചെയ്യും. അപ്പൊ ഇതാണ് എന്തിന്റെ പ്രോപ്പർട്ടി, കൊളോയിഡിന്റെ പ്രോപ്പർട്ടി. ലായനികൾക്കും സസ്പെൻഷനിലും ഇടയിലുള്ള മിശ്രിതമാണ് ഏത്, കൊളോയിഡ് എന്ന് പറയുന്നത്. ഈ പാൽ എന്ന് പറയുന്നത് ഒരു കൊളോയിഡിന് എക്സാമ്പിൾ ആണ്. പാല് മാത്രമല്ല, നമ്മുടെ ഓൾഡ് SCRT പറയുന്നുണ്ട് മഷി, നേർത്ത കഞ്ഞിവെള്ളം, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാ, കൊളോയിഡിന് എക്സാമ്പിൾ ആണ്. അപ്പോ കണങ്ങളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നു എന്ന് പറയുന്നു. അത് ശരിയാണോ തെറ്റാണോ? നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് കഴിയില്ല എന്നാ പറഞ്ഞത്. ലായനികളിലേതുപോലെ തന്നെ നമ്മുടെ കൊളോയിഡിലെ കണങ്ങളെയും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് കഴിയില്ല. അപ്പൊ ഇവിടെ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാവോ? ഇല്ല, അത് തെറ്റാണ് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെയാണ് റിക്കറിന്റെ. ഇനി പ്രകാശത്തിന്റെ പാത ദൃശ്യമാണ്. പ്രകാശം കടത്തിവിട്ടാൽ ആ പാത നമുക്ക് ദൃശ്യമാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്താണ്, ശരിയാണ്. കണങ്ങൾ അരിച്ചെടുക്കാനായിട്ട് കഴിയും. കണങ്ങൾ അരിച്ചെടുക്കാനായിട്ട് പറ്റുമെന്നാണോ പറഞ്ഞത്? അല്ല. അപ്പോ ലായനികൾക്കും സസ്പെൻഷനുകൾക്കും ഇടയിലുള്ള മിശ്രിതമാണ് കൊളോയിഡ്. അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, നമുക്ക് അരിച്ചെടുക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ അരിച്ചെടുക്കാനായിട്ട് കഴിയില്ല എന്ന പോയിന്റും മനസ്സിലാക്കുക. ഇനി പാൽ എന്ന് പറയുന്നത് കൊളോയിഡിന് ഒരു എക്സാമ്പിൾ ആണ്. പാല്, ചെളിവെള്ളം, ചെളിവെള്ളം അല്ല കേട്ടോ, ചെളിവെള്ളം സസ്പെൻഷൻ ആണ്. പാല്, മഷി, നേർത്ത കഞ്ഞിവെള്ളം, ഡൈല്യൂട്ടഡ് റൈസ് സോപ്പ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, കൊളോയിഡിന് എക്സാമ്പിൾ ആണ്. ഓർത്ത് വെച്ചേക്ക, ഞാൻ തെറ്റി പറഞ്ഞിട്ടുണ്ട്. ചെളിവെള്ളം സസ്പെൻഷൻ ആണ് എക്സാമ്പിൾ. അവിടെ അടിയുന്നുണ്ടല്ലോ അല്ലെ. ഓക്കെ, ചോക്കും വെള്ളവും തമ്മിൽ കലർത്തിയ ആ ഒരു ലായനി പോലെ തന്നെയാണ് ചെളിവെള്ളവും. അത് ഡെപ്പോസിഷൻ സംഭവിക്കുന്നുണ്ട്, അത് സസ്പെൻഷൻ ആണ്. ഇനി സിനിമാ തിയേറ്ററുകളിലും സ്മാർട്ട് ക്ലാസ് റൂമുകളിലും പ്രൊജക്ടറുകളിലൂടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായുവിൽ പൊടിപടലങ്ങൾ ഉയർന്നാൽ പ്രകാശപാത വ്യക്തമായി കാണാൻ കഴിയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനെന്ത് പറയും എന്നുള്ളതാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് സിനിമാ തിയേറ്ററും സ്മാർട്ട് ക്ലാസ് റൂമും ഒക്കെ പറഞ്ഞാൽ അവർക്ക് അറിയുള്ളൂ. പക്ഷെ നമ്മള് 90s കിഡ്സിനെ സംബന്ധിച്ച് നമുക്കറിയുന്ന കാര്യം എന്താണ്, ഓടിട്ട വീടുകളിൽ ഒരു ചെറിയ ദ്വാരമുണ്ടെങ്കിൽ അല്ലെ, രാവിലെ സൂര്യൻ ഉദിക്കുമ്പോ ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു പ്രകാശപാത ദൃശ്യമാവാറുണ്ടല്ലോ. ഇതിന്റെ ഇടയ്ക്കൊക്കെ എന്തുണ്ടാവാറുണ്ട്, പൊടിപടലങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ പൊടിപടലങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ടും സാധിക്കും അല്ലെ. ഇപ്പോഴത്തെ കുട്ടികളോട് നമ്മൾ ഓടിട്ട വീട് എന്നൊന്നും പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അവരെ സംബന്ധിച്ച് സിനിമാ തിയേറ്ററും സ്മാർട്ട് ക്ലാസ് റൂമും പ്രൊജക്ടറും ഒക്കെ അവർക്ക് അറിയുള്ളൂ. അപ്പൊ അതിലൂടെ എന്താണ്, ആ ഒരു ചിത്രമൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായുവിലെ പൊടിപടലങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ ഈ പൊടിപടലങ്ങളിലെ കണികാ വലിപ്പം കൊളോയിഡിന്റെ ഉള്ളിലെ അതുപോലെ അല്ലെ അതിന് തുല്യമാണ്. പൊടിപടലങ്ങളിലെ കണികാ വലിപ്പം ഈക്വൽ ടു കൊളോയിഡിലെ കണികാ വലിപ്പം. അപ്പോൾ ഇനി കണികാ വലിപ്പം നാനോമീറ്ററിലാണ് പറയുന്നത്. ഇനി നോക്കിയേ, ഏറ്റവും ആദ്യം പറയുന്നത് യഥാർത്ഥ ലായനിയാണ്. യഥാർത്ഥ ലായനിയില് നാനോമീറ്ററിൽ പറയുകയാണെങ്കിൽ കണികാ വലിപ്പം എങ്ങനെയാണ്, 0.01 to 1 നാനോമീറ്റർ ആണ് യഥാർത്ഥ ലായനിയിൽ. കൊളോയിഡിലാണെങ്കിൽ 1 to 1000 നാനോമീറ്റർ ആണ്. സസ്പെൻഷനിലാണ് ഏറ്റവും കൂടുതൽ, 1000 നാനോമീറ്റർ എബവ് ആണ്. ഓക്കെ, 1000 നാനോമീറ്റർ എബവ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ സസ്പെൻഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നേക്കഡ് ഐസ് കൊണ്ടൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ, 1000 നാനോമീറ്റർ എബവ് ആയതുകൊണ്ട് സസ്പെൻഷനിലെ കണികകൾ നമുക്ക് നേരിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി കൊളോയിഡിന്റെ കേസിൽ എങ്ങനെയാ, കൊളോയിഡിന്റെ കേസിലും യഥാർത്ഥ ലായനിയുടെ കേസിലും നോക്കിയേ, കണികാ വലിപ്പം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് സാധിക്കുകയില്ല എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ അല്ലേ. അപ്പൊ സസ്പെൻഷനിൽ കണികാ വലിപ്പം കൂടുതലുള്ളതുകൊണ്ടാണ് 1000 നാനോമീറ്റർ എബവ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത് നഗ്നനേത്രം കൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മളോട് പറഞ്ഞത് യഥാർത്ഥ ലായനി, സസ്പെൻഷൻ, കൊളോയിഡ്, ഇത് മൂന്നെണ്ണത്തിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് ക്ലാസിഫൈ ചെയ്യാനാണ്. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം ഈ കണികാ വലിപ്പം തന്നെ വെച്ച് പറയാം. കണികാ വലിപ്പം എന്ന് പറയുന്നത് യഥാർത്ഥ ലായനിയിൽ എങ്ങനെയാണ്, 0.01 to 1 നാനോമീറ്റർ ആണ്. കൊളോയിഡിലാണെങ്കിൽ എങ്ങനെയാണ്, 1 to 1000 നാനോമീറ്റർ ആണ്. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് വരുന്നതാണ് എന്ത്, സസ്പെൻഷൻ എന്ന് പറയുന്നത്. നാനോമീറ്ററിന്റെ കേസിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥ ലായനിക്കും കൊളോയിഡിനും ഇടയിലായിട്ട് വരുന്നതാണ് എന്ത്, സസ്പെൻഷൻ എന്ന് പറയുന്നത്. 1000 നാനോമീറ്റർ എബവ് ആണ് അതിന്റെ കണികാ വലിപ്പം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, യഥാർത്ഥ ലായനിയിൽ നമ്മുടെ ഈ ലീനത്തിന്റെ കണങ്ങളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് പറ്റില്ല. ഇനി മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് പോലും കാണാനായിട്ട് പറ്റില്ല. കാരണം അത്രയും സൈസ് കുറവാണ് അതിന്റെ കണികകൾക്ക്. ഇനി കൊളോയിഡ് ആണെങ്കിലും എങ്ങനെ തന്നെയാണ്, നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് പറ്റില്ല.
പക്ഷെ സസ്പെൻഷന്റെ കേസ് ആണെങ്കിൽ എങ്ങനെയാ? സസ്പെൻഷന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച ലൈനിങ്, എക്സാമ്പിൾ സസ്പെൻഷന് നമുക്ക് കാണാനായിട്ട് പറ്റില്ലേ? കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നോക്കാം. മറ്റൊരു പോയിന്റ് നമുക്ക് പറയാവുന്നത് ഫിൽറ്റർ പേപ്പറിൽ അരിക്കുന്ന കാര്യമാണ്. ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഘടകങ്ങളെ യഥാർത്ഥ ലായനിയിൽ വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റുമോ? അതായത് പഞ്ചസാര ലയിപ്പിച്ച ഒരു ലായനി, അതിൽ നമ്മൾ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് അരിക്കുകയാണ്. അപ്പൊ നമുക്ക് പഞ്ചസാര വേറെ കിട്ടുമോ? ഇല്ല. ഇനി സസ്പെൻഷന്റെ കേസ് ആകുമ്പോൾ നമുക്ക് എന്താ പറയാം? ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാനായിട്ട് പറ്റും. ഇപ്പൊ ചോക്കും അതുപോലെ തന്നെ നമ്മുടെ വാട്ടറും കൂടി കലർത്തിയ മിശ്രിതമാണെങ്കിൽ നമുക്ക് അവിടുന്ന് ചോക്കിനെ വേറെ തിരിച്ചെടുക്കാനായിട്ട് പറ്റും, അല്ലെ? പിന്നെ അതുപോലെ കൊളോയിഡിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ കൊളോയിഡൽ ലായനിയിൽ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് ഘടകങ്ങളെ നമുക്ക് അരിച്ച് വേർതിരിച്ചെടുക്കാനായിട്ടൊന്നും പറ്റത്തില്ല. പിന്നെ കണികകൾ അടിയുന്ന കേസ്, യഥാർത്ഥ ലായനിയിൽ കണികകൾ അടിയില്ല. എന്നാൽ സസ്പെൻഷന്റെ കേസിലാകുമ്പോൾ ഗുരുത്വാകർഷണം കാരണം എന്ത് ചെയ്യും? കണികകൾ അടിയും. സസ്പെൻഷനിലേതുപോലെ തന്നെ കൊളോയിഡിലും എന്ത് ചെയ്യില്ല? കണികകൾ അടിയില്ല. ഇനി ഇതിനുള്ള ഉദാഹരണമാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഓൾഡ് SCERT-ലും ഈ ഒരു ഉദാഹരണങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ സുഗ സൊല്യൂഷൻ എന്നതിന് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാം. സുഗ സൊല്യൂഷൻ, സാൾട്ട് സൊല്യൂഷൻ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാ? ഇതൊക്കെ നമുക്ക് ട്രൂ സൊല്യൂഷൻ എക്സാമ്പിൾ ആയിട്ട് പഠിക്കാം. സാൾട്ട് സൊല്യൂഷൻ ഓക്കെ ആണേ. ഇനി അടുത്തത് സസ്പെൻഷൻ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. മൂടൽമഞ്ഞ്. ഈ മൂടൽമഞ്ഞ് ഓൾഡ് SCERT-ലൊക്കെ എടുത്ത് പറയുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ അതങ്ങ് പഠിച്ചു വെച്ചേക്കണം. ഓൾഡ് SCERT പറയുന്ന കാര്യമാണ്. ഓൾഡ് SCERT-ൽ മൂടൽമഞ്ഞ് പറയുന്നുണ്ടേ. ഓക്കെ, മൂടൽമഞ്ഞ് പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ചോക്കും വാട്ടറും തമ്മിലുള്ള സൊല്യൂഷൻ, അല്ലെ? ചോക്ക് വാട്ടർ സൊല്യൂഷൻ നമുക്ക് എഴുതാം. മനസ്സിലാവുമല്ലോ അല്ലെ? അങ്ങനെ എഴുതിയാം. ചോക്ക് വാട്ടർ സൊല്യൂഷൻ. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാവുന്ന എന്താ? ചെളിവെള്ളം, അല്ലെ? മഡി വാട്ടർ എന്ന് പറയാം. ഓക്കെ, മഡി വാട്ടർ. ഇനി കൊളോയിഡിന് എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി ഒരെണ്ണം പഠിച്ചു. ഏതാണ്? മിൽക്ക് പഠിച്ചു. പിന്നെ ഇങ്ക് എന്താണ്? ഒരു കൊളോയിഡിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ അതുകൂടാതെ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള റൈസ് സോപ്പ്, നേരത്തെ കഞ്ഞിവെള്ളം, ഡൈല്യൂട്ടഡ് റൈസ് സോപ്പും എന്തിന് എക്സാമ്പിൾ ആണ്? കൊളോയിഡിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഈ ഒരു എക്സാമ്പിൾ ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. കാരണം ഓൾഡ് SCERT-ലൂടെ ഉള്ളതുകൊണ്ടേ ചിലപ്പോൾ നമ്മളോട് ചോദിച്ചേക്കാം. ഇനി അടുത്തൊരു ഭാഗത്ത് ഒരു പരീക്ഷണമാണ് പറയുന്നത്. ഈ പരീക്ഷണം നമുക്ക് പഠിക്കണം, ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. നോക്കിയേ, ഒരു ബീക്കറിൽ 50 ml ജലം എടുക്കണം. 50 ml ജലം എടുക്കണം. അതിലേക്ക് 2 ഗ്രാം സോഡിയം തയോസൾഫേറ്റ് Na2SO3 5H2O, സോഡിയം തയോസൾഫേറ്റ് 50 ml ജലം എടുക്കുന്നു. അതിലേക്ക് 2 ഗ്രാം സോഡിയം തയോസൾഫേറ്റ് ചേർത്ത് ലായനി റെഡിയാക്കി. ഈ ലായനിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? 2 or 3 തുള്ളി നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്ത് നന്നായി ഇളക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ 2 or 3 തുള്ളി ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുന്നതിന് മുന്നോട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ബീക്കറിൽ പ്രകാശപാത ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ ഇമേജിൽ കാണുന്നുണ്ടല്ലോ. ഈ ഇമേജിൽ കാണുന്നത് പോലെ ഒരു ടോർച്ച് അടിച്ചു വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് വേണം നമ്മൾ ഇതിനകത്തോട്ട് 2 or 3 തുള്ളി ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈ ഒരു ലായനിയിലേക്ക് ചേർക്കുമ്പോൾ ഇവിടെ എന്തായാലും ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. ഈ കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് കൊളോയിഡ് രൂപത്തിലുള്ള സൾഫർ ആണ് അവിടെ ഫോം ചെയ്യുക. കൊളോയിഡ് രൂപത്തിലുള്ള സൾഫർ ഉണ്ടാകുന്നു. അങ്ങനെ ഈ ഒരു സമയം കഴിയും തോറും കെമിക്കൽ റിയാക്ഷൻസ് അവിടെ അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിൽ ഫോം ചെയ്തിട്ടുള്ള സൾഫർ കണികകൾ ഉണ്ടല്ലോ, ഈ സൾഫർ കണികകളുടെ വലിപ്പം വർദ്ധിക്കുകയും അവസാനം സൾഫർ എന്ത് ചെയ്യും? ഈ സസ്പെൻഷൻ രൂപത്തിൽ അവിടെ അടിയുകയും ചെയ്യും. ഏറ്റവും ആദ്യം ഫോം ചെയ്തത് കൊളോയിഡ് രൂപത്തിലുള്ള സൾഫർ ആണ്. സമയം കഴിയും തോറും അവിടെ റിയാക്ഷൻ നടന്ന് ലാസ്റ്റ് എന്താണ്? സസ്പെൻഷൻ രൂപത്തിലുള്ള സൾഫർ ആണ് അവിടെ അടിയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോർച്ച് അടിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിൽ ലൈറ്റ് പാത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ കൊളോയിഡൽ കണികകൾ തട്ടിൽ പ്രകാശം വിസരിക്കുന്നതാണ് ഈ ടിൻഡൽ പ്രഭാവത്തിന് കാരണം എന്നാണ് പറഞ്ഞു വന്നത്. ടിൻഡൽ പ്രഭാവം എന്താണ് എന്നാണ് അവിടെ പറയുന്നത്? ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ കൊളോയിഡൽ കണികകളിൽ തട്ടിയിട്ട് പ്രകാശം വിസരിക്കുന്ന പ്രതിഭാസമാണ് ടിൻഡൽ ഇഫക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? ഓടിട്ട വീടുകളില്, പ്രൊജക്ടറുകളില്, സിനിമാ തിയേറ്ററുകളില് ഒക്കെ ഒരു ലൈറ്റ് പാത്ത് റിഫ്ലക്ട് ആവുന്ന കാര്യം. അവിടെ എന്ത് കാണാൻ പറ്റും? പൊടിപടലങ്ങൾ കാണാൻ പറ്റും. പൊടിപടലങ്ങളുടെ കണികാ വലിപ്പം എന്ന് പറയുന്നത് കൊളോയിഡിലെ കണികാ വലിപ്പങ്ങൾക്ക് തുല്യമാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്.
അപ്പോൾ കൊളോയിഡൽ കണികകളിൽ തട്ടി പ്രകാശം വിസരിക്കുന്നതാണ് ടിൻഡൽ പ്രഭാവം അല്ലെങ്കിൽ ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ഡെയിലി ലൈഫിൽ ഉള്ള കൊളോയിഡുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കിയോ എന്തൊക്കെ കൊളോയിഡ്സ് ആണ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത്. അതിനു മുൻപ് ഭക്ഷ്യ ഉൽപാദനം, മലിനജല സംസ്കരണം, സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണം, മരുന്നുകളുടെ നിർമ്മാണം, ഓയില്, വാട്ടർ എമൽഷനുകൾ, മയണൈസ്, ജെല്ലുകൾ, പാൽ ഉൽപ്പന്നങ്ങൾ ഇവയെല്ലാം കൊളോയിഡുമായി ബന്ധപ്പെട്ടതാണ്. ഇനി നമുക്കിവിടെ മയണൈസിനെ കുറിച്ചൊന്ന് നോക്കാം. മയണൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? അൽഫാം, ഗ്രിൽഡ് ചിക്കൻ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളായി മാറിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതിന്റെ ഒപ്പം ഒരു കോംബോ ആയി നമ്മൾ പിടിക്കുന്ന സാധനമാണ് മയണൈസ്. വിനാഗിരി, മത്സ്യ എണ്ണ, മുട്ടയുടെ വെള്ളക്കരുവിന് പകരം ഇപ്പൊ എന്തായിട്ട് ഈ പാലും യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ ചേർത്തിട്ടാണ് മയണൈസ് എന്ന കൊളോയിഡ് രൂപത്തിലുള്ള ഈ ഒരു പദാർത്ഥം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത്തരം പദാർത്ഥങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ ഡേറ്റ് എക്സ്പയർ ആവുക, അല്ലെങ്കിൽ മുട്ടയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഫുഡ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാം അല്ലെ. അപ്പോൾ നമ്മൾ പുതിയ ഫുഡ് ഐറ്റംസ് ഒക്കെ സ്വീകരിക്കുമ്പോൾ ഭക്ഷ്യസുരക്ഷ കൂടി ഉറപ്പാക്കണമെന്നാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. മയണൈസ് എന്ന് പറയുന്നത് കൊളോയിഡ് രൂപത്തിലുള്ള ഒരു ഭക്ഷ്യപദാർത്ഥമാണെന്ന് മനസ്സിലാക്കാം. ഇനി ഈ പറഞ്ഞതുപോലെ കൊളോയിഡുകൾക്കെല്ലാം രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഏത് കൊളോയിഡ് ആണെങ്കിലും അതിനെന്തുണ്ട്? പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളുണ്ട്, മനസ്സിലാക്കി വെക്കണം. ഏതൊക്കെയാണ്? ഡിസ്പേർഷൻ മീഡിയവും ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്നിങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഉണ്ടാവുക. ഡിസ്പേഴ്സ്ഡ് ഫേസ്, ഡിസ്പേർഷൻ മീഡിയം എന്നിങ്ങനെ രണ്ട് ഘടകങ്ങളാണ് എല്ലാ കൊളോയിഡുകൾക്കും ഉള്ളത്. ഇനി ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത്, ഡിസ്പേഴ്സ്ഡ് ഫേസ് ഡിസ്പേർഷൻ മീഡിയത്തിൽ ഇമേഴ്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ വ്യാപിച്ച് ഇരിക്കുന്ന കാര്യമാണ് എന്ത്? ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നോക്കാം. കൊളോയിഡുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 8 ഉപവിഭാഗങ്ങളുണ്ട്. കൊളോയിഡുകൾക്ക് പ്രധാനമായിട്ടും 8 ഉപവിഭാഗങ്ങളുണ്ട്. അതാണ് ഇവിടെ ബോക്സിൽ തന്നിരിക്കുന്നത്. നോക്കിയേ, സോളിഡ് സോള്, ജെല്ല്, സോളിഡ് ഫോം, സോൾ, എമൽഷൻ, ഫോം, എയ്റോസോൾ, ലിക്വിഡ് എയ്റോസോൾ എന്നിങ്ങനെ 8 ടൈപ്സ് ആണ് കൊളോയിഡ് പറയുന്നത്. അപ്പൊ അതിലെല്ലാം എന്തുണ്ട്? ഡിസ്പേഴ്സ്ഡ് ഫേസും ഉണ്ട്, ഡിസ്പേർഷൻ മീഡിയവും ഉണ്ട്. നോക്കിയേ, ഇനി സോൾ എന്ന ആ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. സോൾ എന്നൊരു എക്സാമ്പിളില് എന്താണ്? ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് ഖരമാണ്. പിന്നെ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് ദ്രാവകമാണ്. അപ്പൊ ഈ ഡിസ്പേർഷൻ മീഡിയത്തിൽ ഇമേഴ്സ് ആയിട്ടിരിക്കുന്ന, വ്യാപിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് എന്ത്? ഈ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചോറ് വെക്കുമ്പോൾ ആ ചോറ് ആ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? കഞ്ഞിവെള്ളം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്പേർഷൻ മീഡിയത്തിലേക്ക് ഈ ഡിസ്പേഴ്സ്ഡ് ഫേസ് അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. എന്നിട്ടാണ് എന്ത് ചെയ്തത്? ഇവിടെ ഈ സോൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ സോൾ എന്ന് നമുക്ക് പേരിട്ട് വിളിക്കുന്ന കൊളോയിഡ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ കഞ്ഞിവെള്ളത്തിന്റെ കേസ് പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ സോൾ ആദ്യം പറഞ്ഞത്. ഓക്കെ, ഇനി സോളിഡ് സോൾ എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണെങ്കിലും ഡിസ്പേർഷൻ മീഡിയം ആണെങ്കിലും ഖരം തന്നെയാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് രത്നങ്ങളാണ്. ഇനി ജെല്ല്, കൊളോയിഡ് രൂപത്തിലുള്ളതാണ് ജെല്ല്. അപ്പൊ അതിലെ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് ദ്രാവകമാണ്, ഡിസ്പേർഷൻ മീഡിയം ഖരമാണ്. ഖരത്തിലേക്ക് ഈ ഒരു ദ്രാവകം ഇമേഴ്സ് ചെയ്തിരിക്കുകയാണ്. വെണ്ണ, ജാമ, ചീസ് പോലുള്ളതൊക്കെയാണ് ജെൽ സ്ട്രക്ചറിൽ ഉള്ളത്. ഇനി സോളിഡ് ഫോം, വാതകവും ഖരവും തമ്മിലാണ്. റബ്ബർ, മെത്തയൊക്കെ ഇതിന് എക്സാമ്പിളാ, സോളിഡ് ഫോമിന് എക്സാമ്പിൾ. ഇത് നമ്മൾ ഡെയിലി ലൈഫിലൊക്കെ എക്സാമ്പിൾ, നമ്മൾ ബെഡൊക്കെ വാങ്ങാൻ ചെല്ലുമ്പോൾ അവർ പറയാറുണ്ട് ഇത് ഫോമിന്റെ ആണ് അല്ലെ, സോളിഡ് ഫോം ആണെന്നൊക്കെ പറയാറുണ്ട്. ഇനി സോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു. എമൽഷൻ അറിയാലോ, പെയിന്റ് ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ ഈ എമൽഷൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാറുണ്ട്. ദ്രാവകവും തമ്മിൽ ഇമേഴ്സ് ആയിട്ടാണ് പെയിന്റ്, പാല് അതൊക്കെയാണ് ഉദാഹരണമായിട്ട് തന്നിരിക്കുന്നത്. ഇനി ഫോം എന്ന് പറയുമ്പോൾ വാതകവും ദ്രാവകവും, സോപ്പ് പതയാണ് ഉദാഹരണം. എയ്റോസോൾ അറിയാലോ, എന്താണ് എയ്റോസോള്? പൊടിപടലങ്ങൾക്ക് നമ്മൾ ജോഗ്രഫിയിൽ പറയുന്ന ടേം ആണ് എയ്റോസോൾ എന്നുള്ളത് അല്ലെ. ഖരവും ദ്രാവകവും തമ്മിൽ ഇമേഴ്സ് ആയിട്ട്, എക്സാമ്പിൾ ആയിട്ട് പുക, പൊടിക്കാറ്റൊക്കെ നമുക്ക് പറയാം. ഇനി ലിക്വിഡ് എയ്റോസോൾ ആണെങ്കിൽ ഇവിടെ ഈ ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസ് ഖരത്തിന് പകരം എന്തായിരിക്കും? ദ്രാവകമായിരിക്കും. ഡിസ്പേർഷൻ മീഡിയം വാതകം തന്നെയായിരിക്കും. മൂടൽ മഞ്ഞ്, കാർമേഘം ഒക്കെയാണ് നമുക്ക് ഉദാഹരണമായിട്ട് പറയാവുന്നത്. ഇനി കൃത്രിമ പാനീയങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കൃത്രിമ പാനീയം എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് പ്രകൃതിദത്ത പാനീയങ്ങൾക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ശുദ്ധജലം, മോരുവെള്ളം, നാരങ്ങ വെള്ളം, കരിക്കിൻ വെള്ളം ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പ്രകൃതിദത്തമായിട്ടുള്ള പാനീയങ്ങളാണ്. ഇതൊക്കെ കുറച്ച് ദിവസം നമ്മൾ പുറത്ത് വെറുതെ എടുത്ത് വെച്ചാൽ, കുപ്പിയിലാക്കി പുറത്ത് വെച്ചാല് കേടുവരും അല്ലെ, ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ. അപ്പോ പക്ഷെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പല ജ്യൂസുകള്, പാനീയങ്ങൾ ഇതൊക്കെ എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റും, ഒരു കേടും വരില്ല. അതിന് കാരണം എന്താ? അതിൽ കുറച്ച് രാസവസ്തുക്കളൊക്കെ ചേർത്തിട്ടുണ്ട്. ഈ രാസവസ്തുക്കളെയാണ് സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്. എന്തിനായി സ്റ്റെബിലൈസർ ചേർക്കുന്നത്? ഇങ്ങനെയുള്ള ജ്യൂസുകളിലും പാനീയങ്ങളിലും ഒക്കെ കണികകൾ അടിയുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്റ്റെബിലൈസേഴ്സ് ചേർക്കുന്നത്. സ്റ്റെബിലൈസേഴ്സിന് കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്?
ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ. ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ സ്റ്റെബിലൈസറിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് സുക്രോസ് അസറ്റേറ്റ് ഐസോബ്യൂട്ടറേറ്റ്. സുക്രോസ് അസറ്റേറ്റ് ഐസോബ്യൂട്ടറേറ്റ്. നെക്സ്റ്റ് ഗ്ലിസറൈൽ എസ്റ്റർ ഓഫ് റോസിൻ. ഗ്ലിസറൈൽ എസ്റ്റർ ഓഫ് റോസിൻ. ഇതൊക്കെ എന്താണ്? സ്റ്റെബിലൈസറുകൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താണ് സ്റ്റെബിലൈസർ? കൃത്രിമ പാനീയങ്ങളിൽ കണികകൾ അടിയുന്നത് തടയാൻ വേണ്ടി ചേർക്കുന്ന രാസവസ്തുക്കളാണ് സ്റ്റെബിലൈസർ. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചത് ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ, സുക്രോസ് അസറ്റേറ്റ് ഐസോബ്യൂട്ടറേറ്റ്, ഗ്ലിസറൈൽ എസ്റ്റർ ഓഫ് റോസിൻ. ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഇത് ഓൾഡ് എസ് ഇതുപോലെ തന്നെ കിടക്കുന്ന ഒരു ബോക്സ് ആണ്. ഇനി അടുത്തത് പ്രിസർവേറ്റീവ്സിനെ കുറിച്ചാണ്. പ്രിസർവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വീടുകളിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ, വിനാഗിരി, ഉപ്പ് ഒക്കെ ചേർത്ത് അച്ചാറൊക്കെ ഇടാറില്ലേ? അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് വെച്ചാൽ ഉപ്പിലിട്ട മാങ്ങ, നാരങ്ങ, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? കേടുകൂടാതെ നമുക്ക് വെക്കാനായിട്ട് പറ്റും അല്ലെ. ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതിരിക്കാൻ ചില പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അവയാണ് പ്രിസർവേറ്റീവ്സ്. വിനാഗിരി, ഉപ്പ് എന്നിവയൊക്കെ എന്തിന് എക്സാമ്പിളാ? പ്രിസർവേറ്റീവിന് എക്സാമ്പിൾ ആണ്. ഇനി ഭക്ഷ്യ പദാർത്ഥങ്ങളുടെ ഗുണം നിലനിർത്തുന്നതോ രുചി കൂട്ടുന്നതോ ആയിട്ടുള്ള രാസവസ്തുക്കളാണ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് കൃത്രിമ പാനീയങ്ങൾക്ക് ആകർഷകമായിട്ടുള്ള നിറം കൊടുക്കാനും ഒക്കെ രാസവസ്തുക്കൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഭക്ഷ്യപദാർത്ഥങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണ്, അതിന്റെ ഉപയോഗം എന്താന്ന് നോക്കാം. ആദ്യം ടാർട്രസിൻ. ഈ ഒരു ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് കേട്ടോ. പ്രത്യേകിച്ച് സുഗന്ധത്തിനായി യൂസ് ചെയ്യുന്ന ഈ ഒരു കെമിക്കലിന്റെ പേര് ചോദിച്ചിട്ടുണ്ട്. ഫോസ്ഫോറിക് ആസിഡിന്റെ രുചി ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം. ടാർട്രസിൻ എന്ന് പറയുമ്പോൾ മഞ്ഞ നിറം നൽകാനായിട്ട് ഭക്ഷ്യപദാർത്ഥങ്ങളിലും പാനീയങ്ങളിലും ഒക്കെ ചേർക്കുന്ന കെമിക്കലാണ് കേട്ടോ. എറിത്രോസിൻ. എറിത്രോസിൻ നമുക്ക് എരിവ് തരുന്നത് എന്താണ്? റെഡ് കളറിലുള്ള മുളക് പൊടിയാ അല്ലെ. അപ്പൊ കണക്ട് ചെയ്യാം ഇവിടെ. എറിത്രോസിൻ ചുവപ്പ് നിറം നൽകാനാണ് എന്നുള്ളത്. ഇൻഡിഗോ കാർമൈൻ. ഇൻഡിഗോ എന്ന് പറയുമ്പോൾ ബ്ലൂ കളറാണ്, നീല നിറം നൽകാൻ വേണ്ടിയിട്ട്. വാനിലിൻ. വാനിലയുടെ ഒക്കെ ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭക്ഷ്യപദാർത്ഥങ്ങളിൽ യൂസ് ചെയ്യുന്ന, രുചി കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇത് വാനിലിൻ. ഫോസ്ഫോറിക് ആസിഡ് ഇമ്പോർട്ടന്റ് ആണ്. ഫോസ്ഫോറിക് ആസിഡ് കൃത്രിമ പാനീയങ്ങളില് പുളിരുചി കൂട്ടാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫോസ്ഫോറിക് ആസിഡ്. പുളിരുചി കൂട്ടാനായിട്ട് കൃത്രിമ പാനീയങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ് ഫോസ്ഫോറിക് ആസിഡ്. അതുപോലെ സുഗന്ധത്തിനായിട്ട് യൂസ് ചെയ്യുന്ന, പൈനാപ്പിളിന്റെ ഒക്കെ സുഗന്ധത്തിന് വേണ്ടിയിട്ട് ഭക്ഷ്യപദാർത്ഥങ്ങളിൽ യൂസ് ചെയ്യുന്ന ഒരു രാസവസ്തുവാണ് അലൈൻ ഹെക്സനോയേറ്റ്. അലൈൻ ഹെക്സനോയേറ്റ്. ഇനി മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. അത് മറ്റൊരു കളറിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. സോഡിയം ബെൻസോയേറ്റ്. സോഡിയം ബെൻസോയേറ്റ് ഈ സോസ്, സാലഡ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലെയുള്ളവയില് ഈസ്റ്റ് പൂപ്പല് പോലെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ബാധിക്കാതിരിക്കാൻ വേണ്ടി ചേർക്കുന്ന രാസവസ്തുവാണ് സോഡിയം ബെൻസോയേറ്റ്. അടുത്തത് സോർബിക് ആസിഡ്. സോർബിക് ആസിഡ് എന്ന് പറയുന്നത് ചീസ്, കേക്ക്, സാലഡ് പോലുള്ള ഐറ്റംസിൽ പൂപ്പൽ ബാധിക്കാതിരിക്കാൻ, ഫംഗൽ ഇൻഫെക്ഷൻ എതിരെ തന്നെയാണ് സോർബിക് ആസിഡും യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ യൂസ് ഡിഫറൻസ് ഉണ്ട്, നോക്കണം. സോസ്, സാലഡ്, സോഫ്റ്റ് ഡ്രിങ്ക്സിലാണെങ്കിൽ സോഡിയം ബെൻസോയേറ്റ് ആണ് ഈസ്റ്റിനും പൂപ്പലിനും ഒക്കെ എതിരെ യൂസ് ചെയ്യുന്നത്. ഇനി ചീസ്, കേക്ക്, സാലഡ്, അപ്പൊ രണ്ടിലും സാലഡിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് രണ്ടും യൂസ് ചെയ്യുന്നത് അല്ലേ. സാലഡ് ആകുമ്പോൾ നമുക്ക് രണ്ടും യൂസ് ചെയ്യാന്നുള്ളതാ. ചീസ്, കേക്ക് എന്നിവയിൽ സോർബിക് ആസിഡ് പൂപ്പൽ ബാധ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെക്കുക. ഫോസ്ഫോറിക് ആസിഡ് പുളിരുചി കൂട്ടാൻ വേണ്ടിയിട്ട്. അലൈൻ ഹെക്സനോയേറ്റ് ഭക്ഷ്യപദാർത്ഥങ്ങളിൽ പൈനാപ്പിളിന്റെ സുഗന്ധം ലഭിക്കാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ സോഡിയം ബെൻസോയേറ്റ് ആണെങ്കിൽ ഈസ്റ്റ് പൂപ്പലിന്റെ എതിരെ. പിന്നെയോ പൂപ്പൽ ബാധിക്കാതിരിക്കാൻ സോർബിക് ആസിഡും യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ കളേഴ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ കാര്യങ്ങളൊന്ന് നോക്കാം. സോഫ്റ്റ് ഡ്രിങ്ക്സ്. സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മൾ മിക്കവാറും യൂസ് ചെയ്യാറുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ മറ്റു ഓമന പേരുകൾ എന്തൊക്കെയാണ്? കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഫിസി ഡ്രിങ്ക്സ്, പോപ്പ് ഡ്രിങ്ക്സ് എന്ന കോമന പേരുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ്. നോക്കിയേ, കാർബൺ ഡൈ ഓക്സൈഡിൽ കൂടി ജലം കടത്തിവിട്ട് എന്താ ഉണ്ടാക്കുക? സോഡ ഉണ്ടാക്കും. അപ്പൊ ബേസിക് ആയിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുമ്പോൾ അതിൽ സോഡയാണുള്ളത്. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുകയാണ്. പിന്നെ കൃത്രിമ നിറങ്ങൾ വേണമെങ്കിൽ നിറങ്ങൾ ആഡ് ചെയ്യും. പ്രിസർവേറ്റീവ്സ് വേണമെങ്കിൽ അത് ആഡ് ചെയ്യും. സൂക്രോസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഷുഗർ യൂസ് ചെയ്യും. പിന്നെ കഫീൻ ഒക്കെ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൃത്രിമ മധുരം ചേർക്കുമ്പോൾ അത് നമ്മുടെ രുചി മുകളത്തെ ഉത്തേജിപ്പിക്കുകയും വീണ്ടും 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 കുടിക്കണം എന്നുള്ള തോന്നൽ ഉണ്ടാവും. നമ്മൾ അതിന് അഡിക്റ്റഡ് ആവും. അങ്ങനെ അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഇതിനകത്ത് ചേർക്കുന്ന പഞ്ചസാര എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ പഞ്ചസാരയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ പല മടങ്ങ് മധുരവും താരതമ്യേന വിലക്കുറവുമുള്ള പഞ്ചസാരയാണ് അതിനകത്ത് ചേർക്കുന്നത്. അതായത് അസ്പാർട്ടൈൻ, സാക്കറിൻ, ഫ്രക്ടോസ് കോൺ സിറപ്പ്, ഇങ്ങനത്തെ വില്ലന്മാരെയാണ് അതിനകത്ത് ചേർക്കുന്നത്. ഇത് എന്താണ് മെച്ചം എന്ന് വെച്ചാൽ ബിസിനസ് ആണല്ലോ, അപ്പൊ ലാഭം വേണം അല്ലെ. അപ്പൊ പഞ്ചസാരയേക്കാൾ മധുരവും കിട്ടും, എന്നാൽ അത്രയും എന്തില്ല, വിലയുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള അസ്പാർട്ടൈൻ, സാക്കറിൻ, ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്നിവയൊക്കെയാണ്
ഈ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ചേർക്കുന്നത്. അപ്പൊ ഇവയ്ക്ക് പഞ്ചസാരയെ അപേക്ഷിച്ച് കാലോറിക മൂല്യമൊക്കെ കുറവാണ്, പക്ഷെ നമ്മുടെ രക്തത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. രക്തത്തില് ട്രൈഗ്ലിസറൈഡ് ചീത്ത കൊഴുപ്പുകളുടെ ഉൽപാദനമൊക്കെ കൂട്ടുകയും അതുവഴി പല ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ലിവർ സിറോസിസ് എന്ന് പറയുന്നത് ആൽക്കഹോൾ അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ഉണ്ടാകുന്ന അസുഖമാണ്. നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് എന്നുള്ളത് കാരണവും ഈ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് കാരണം ഉണ്ടാവും. പിന്നെ ഇതാ കണ്ടോ, നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ്. പിന്നെ വിശപ്പ് കൂടുകയും ചെയ്യും. വിശപ്പ് കൂടിയാൽ നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കും. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? പൊണ്ണത്തടി ഉണ്ടാവും, അമിതവണ്ണം ഉണ്ടാകും. അപ്പൊ സോഫ്റ്റ് ഡ്രിങ്ക്സ് അമിതമായി ഉപയോഗിക്കുന്നവർക്ക് പൊണ്ണത്തടിയും ഉണ്ടാവും, അതുപോലെ ദന്തക്ഷയവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ എപ്പോഴെങ്കിലും ഒരു രസത്തിനാവാം, പക്ഷെ അത് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒരു ഡെയിലി ലൈഫിന്റെ ഒരു ഭാഗമാക്കി മാറ്റരുത് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഈ ചാപ്റ്ററിൽ ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? യഥാർത്ഥ ലൈനി, സസ്പെൻഷൻ, കൊളോയിഡ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. പിന്നെ വിവിധ തരം കൊളോയിഡുകൾ പഠിച്ചു. പിന്നെ എന്താ പറഞ്ഞത്? സോഫ്റ്റ് ഡ്രിങ്ക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. കൃത്രിമ പാനീയങ്ങളിലെ രാസവസ്തുക്കളും പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ലായനി എന്ന ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഇതോടുകൂടി ന്യൂ SCERTയുടെ 4 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു. 5 ക്ലാസ്സുകളിലായിട്ടാണ് നമ്മൾ ഈ 4 ചാപ്റ്റേഴ്സും പഠിച്ചത് കേട്ടോ. ഇനി ഒരു ക്ലാസ് കൂടി ലായനിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യും. അതെന്താന്ന് വെച്ചാല് ഓൾഡ് SCERTയിലും ഇതുപോലെ ഒരു 4 ലെസൺ ഉണ്ട്. സെയിം കണ്ടന്റ് ഒക്കെയാണ്, എന്നാലും എക്സ്ട്രാ കുറച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടി ചേർത്ത് എല്ലാം കൂടി അത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒറ്റൊരു ക്ലാസ് ആയിട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ രീതിയിൽ ക്ലാസ്സുകൾ ചെയ്യാനൊക്കെ ആയിട്ട് ഉഷാറുണ്ടാവുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് വളരെ കുറവാണ്. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. പിന്നെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്ത് വീക്ക്ലി സ്റ്റഡി പ്ലാനുകളും ആ ഒരു ഫ്രീ ആയിട്ടുള്ള എക്സാംസും ഒക്കെ ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്താൽ നന്നായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, കമന്റ് ചെയ്യുന്ന കാര്യം, ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്നും വിട്ടുപോകണ്ട, തീർച്ചയായിട്ടും ചെയ്യുക. താങ്ക്